ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഇന്നത്തെ ഐലൈനർ എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? ഇന്ന് ഞാൻ നല്ലപോലെ വരയ്ക്കാൻ ശ്രമിച്ചു, ബട്ട് ഐ ഡോണ്ട് നോ അത് പെർഫെക്റ്റ് ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇന്ന് ഞാനും അമലയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. സോ ഞാൻ വിചാരിച്ചു നമ്മൾ കുറച്ച് എന്താ പറയുക, നമുക്ക് കുറച്ച് ബോറടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ജസ്റ്റ് പുറത്ത് പോകണം. അപ്പോൾ ഞാനും അമലയും മാത്രം ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് പോവാണ്. ആൻഡ് ചാർലി ഇവിടെ ഉണ്ട്. ചാർലി ഉറക്കമാണ്. ഫസ്റ്റ് ചാർലി കിടക്കുന്ന സ്ഥലത്താക്കണം. ബട്ട് ചാർലിയുടെ കേജ് കുറച്ച് വൃത്തികേടായിരിക്കുന്നതുകൊണ്ട് നമ്മളിന്ന് ബാൽക്കണിയിൽ അങ്ങനെ ആക്കിയിട്ടാണ് പോകുന്നത്. അയ്യോ ചാർലി, എനിക്കപ്പോൾ ഈ എ സി ഒക്കെ ആരും ഓഫ് ചെയ്യും. നമ്മൾ ആക്ച്വലി ഓൾറെഡി ലേറ്റാണ്, നല്ല ലേറ്റാണ്. ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യാം. നമ്മുടെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് അത് കമന്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യാൻ. ഓ ചൂട് ഓക്കെ, അമ്മയെല്ലാം റെഡിയാകാൻ തുടങ്ങി. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ വെച്ചാണ് അമ്മയുടെ ഇന്നത്തെ ഒരുക്കം. നല്ല സൺലൈറ്റ്. ഇത് നാം കിട്ടും. ഇത് മറ്റേ ജപ്പാനിലുള്ള വീഡിയോസൊക്കെ അല്ല, കൊറിയൻ വീഡിയോസ് എന്താണ്? നിങ്ങൾ വിചാരിക്കും ഞാൻ എത്ര എടുത്തിട്ട് ഇത് പറഞ്ഞില്ല. ഇത് കറക്റ്റ് എൻ്റെ സ്കിൻ ടോണിൻ്റെ പക്ക കളറാണ്. സോ അതുകൊണ്ട് ഇത് മതി. എന്തായിട്ട് ഫ്രഷ് ആയിട്ട് ഒരു റോ ഫീൽ. ഫ്രഷ് ആയിട്ട് തോന്നണം. ഓക്കെ. ഐ തിങ്ക് ദിസ് വ്ലോഗ് വിൽ ബി വെരി ഫൺ അല്ലേ? ഈ വ്ലോഗ് എന്തായാലും ഭയങ്കര ഫണ്ണായിട്ടുള്ളതായിരിക്കും. കാരണം അങ്ങനെയുള്ള ഇതാണ് ഞാൻ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. எவ்வளோ கிலோமீட்டர்ஸ் இருக்காங்க? அல்ல அங்கே போகிறதுக்கு எவ்வளோ கிலோமீட்டர் இருக்குன்னு கேட்டேன். 8. ஓகே. காலேஜ்ல எங்கே போகணும்? வெஸ்ட் சைடு. புரியல. ஒரு ഷോപ്പ് இருக்காங்க. എന്തെങ്കിലും പറഞ്ഞാൽ പറയൂ. അവരെ കളിയാക്കുന്നു. ഞാൻ അവരെ കളിയാക്കുന്നില്ല. ആ ഒരു പോർഷൻ മാത്രമേ ഇടില്ലേ. അത് ആക്ച്വലി ആ അങ്കിളിന് അറിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കടയുടെ പേര് പറഞ്ഞു, പക്ഷെ ആൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ആള് എന്താ എന്ന് ചോദിച്ചു. അയ്യോ, നമ്മൾ കളിയാക്കുന്നത് വിചാരിക്കും. നമ്മൾ കാര്യം പറഞ്ഞു. നമ്മളുടെ അവിടെ പോലും അല്ലേ, ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. ഒരുപാട് നേരം നിൽക്കണം നമ്മൾ അല്ലേ. ഏതെങ്കിലും ഒരു പാട്ട് കേട്ടപ്പോഴല്ല വൈബ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഭയങ്കരമായിട്ട് ട്രാഫിക്കാണ്. ഇവിടെ പണിയൊക്കെ നടക്കുന്നത്. ഒന്ന് കൊറിയൻ സ്റ്റൈലിന് ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? നമ്മുടെ കണ്ണിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് ഈ ഒരു അങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത് നോർമലി. അപ്പോൾ ഇന്ന് മാത്രം ഇങ്ങനെ വരയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഫുള്ളാവൂല്ലേ? ഇല്ല, ഫുള്ളാവും. ടിഷ്യൂ ആണോ? അയ്യോ, ഇവിടെ ഇല്ലാത്ത പോലെ തോന്നുന്നില്ലേ? ചെറുതായിട്ട് ഫില്ല് ചെയ്യാം. അറിയാൻ പറ്റരുത്. അറിയാൻ പറ്റുന്നുണ്ടല്ലേ? കൊറിയൻ സ്റ്റൈലിലും നോർമലി അമല വരയ്ക്കുന്നത്. ഉറക്കം വരുന്നു. നിങ്ങൾക്കുണ്ടോ എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങി ഒരു കുറച്ച് ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ ഉറക്കം വരും? സത്യം, എനിക്ക് എപ്പോഴും ഉറക്കം വരും. ഇപ്പൊ കൂടെ ഉറക്കം വരുന്നു. ഞാൻ ഉറങ്ങി
സൈസ് ഓർമ്മല്ലേ? ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനിലെത്തി. ചെയ്യണമെങ്കിലല്ലേ ഇനി എനിക്കത് തിരിച്ചു പോകുമ്പോ ബുക്ക് ചെയ്യണം കേട്ടോ. നമ്മളുടെ അവിടെ നിന്ന് വെസ്റ്റ് സൈഡിൽ വരാനായിട്ട് 369 രൂപ എടുത്തു. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് കളക്ഷൻസ് ഒക്കെ നമ്മൾ വാങ്ങിയതാണ് അല്ലേ അമല? ഇഷ്ടപ്പെട്ട ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ വാങ്ങി. ബട്ട് പുതിയ കളക്ഷൻസ് ഒന്നും വന്നില്ല, അതാണ് പ്രശ്നം. അതാ പ്രശ്നം. എം സൈസ് കറക്റ്റ് ആകാൻ നോക്ക്. ഇതിലുള്ളത് ഓൾറെഡി അമ്മ വാങ്ങിയിട്ടുണ്ട്. കളർ ഇഷ്ടായില്ലേ? ഇതിലുള്ള അമ്മല ഓൾറെഡി അന്ന് വാങ്ങി. ഞാൻ അത് പറഞ്ഞു, ഇവിടെ ഉള്ള കളക്ഷൻസ് ഫുള്ള് ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിലുള്ളത്. ബട്ട് ഇത് കൊള്ളാം അല്ലേ? ഈ ഒരു റെഡ് കൊള്ളാം. ഈ ഒരു റെഡ് കൊള്ളാം. ഇവിടെ വാങ്ങമല്ല അമല, എനിക്കിത് ഇഷ്ടമായി. എനിക്കിഷ്ടമായിട്ട് ഇത് നല്ല രസമുണ്ട്. ഓക്കെ, ഞാനിത് എടുക്കാൻ പോകുന്നു. എന്താണെന്ന് ഇത് അമ്മ കറക്റ്റ് ആവും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, ടൈമുണ്ട്. ഏതാണ്? ഇല്ല, വാങ്ങുന്നില്ല. ഇതിന്റെ ഷോളെ ഫസ്റ്റ് നോക്കത്തുള്ളൂ. അല്ല അമ്മല, ഇത് ഓർമ്മയുണ്ടോ? ഇത് അമ്മല ഇട്ടായിരുന്നു ഓൾറെഡി അമ്മലയുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് അല്ലേ? ഇത് സെയിം സാധനം കിടക്കുന്നു. എനിക്കിത് ഇഷ്ടമായി. അത് വാങ്ങാണോ? പറ. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വാങ്ങ്. എന്തിനിങ്ങനെ നോക്കുന്ന? ഇതിലെ പ്രിന്റ് കൊള്ളാം. കൈ വലുതാണോ? ഇല്ല, ചെറുതാണ്. അമലക്ക് ഇഷ്ടമുള്ള കറക്റ്റ്. ഓക്കെ, എന്തോ ഇങ്ങനെ രണ്ടായിട്ട് കാണുന്നു. റിയൽ ഗ്ലാസ് എന്തൊരു ഒരുപാട് കാണുന്നുണ്ട്. ഓ അങ്ങനെ എന്ത് വിധി ഇത്? അങ്ങനെയാണ് വിചാരിച്ചത്. ഇത് എന്തിനാണല്ലോ എന്റെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനിത് വാങ്ങിക്കാനേ പറയത്തുള്ളൂ. അത്ര ഭംഗിയുണ്ടോ? നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഇഷ്ടമായി. ചെറുതായിട്ടൊന്ന് എനിക്കൊരു അമൃതയ്ക്ക് കറക്റ്റാണ്. എനിക്ക് അല്ലല്ല, എനിക്ക് ലൂസാണല്ലേ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതിൽ വേറെ നമ്മുടെ ചപ്പലൊക്കെ ഇവിടെയാണ്. ഓ അങ്ങനെ. ഓക്കെ, ഇത് കൊള്ളാല്ലേ? നമുക്ക് പോവാം. ഇങ്ങനെ കാണിക്കണ്ടേ? ഈസി വേയാണ് നോക്കിയത്. ഈസി വേന്ന് സൈഡിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കല്ലേ? എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. എസ് എടുക്കാം. പക്ഷെ ഇതിൽ എന്തോ ഒരു അല്ല, അത് ഷെയ്ഡാണ്. നല്ല രസമുണ്ട്. ഇല്ലല്ലോ, എനിക്ക് തോന്നുന്നു എന്തോ ഒരു അഴുക്ക് പോലെ. എല്ലാത്തിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇത് കൊള്ളാം അല്ലേ? കൊള്ളാം. ഈ ക്ലോക്ക് നന്നായിട്ടുണ്ട്. പറഞ്ഞ അത് എടുക്കും. കാണിക്കത് ക്യൂട്ടായിട്ടുണ്ട്. എങ്കിലും ഇത് എനിക്കിഷ്ടമായി. ഇത് കുറച്ചുകൂടി കൊള്ളാം. 3 വാങ്ങുന്നില്ല. കാരണം ചാർലി വന്ന് ഒരു ജസ്റ്റ് ഒരു തട്ടിയത് താഴ്ക്കും. കാരണം ഇങ്ങനെ തള്ളിയിടാനായിട്ട് നോക്കും. കറങ്ങുന്നതാണ് അത്, ഗ്ലോബ് പോലെ. ഇല്ലല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയും. വേറെ ചെറുത് അത് കൊള്ളായിരുന്നു. അന്ന് കാണിക്ക്.
ഇത് കൊള്ളാം, ഇത് കുറച്ചുകൂടി ഭംഗിയുണ്ട്. എല്ലാം കിട്ടുന്നേ കൊള്ളായിരുന്നു. ഇത് കൊള്ളാം, ഇത് വാങ്ങാം. ബാറ്ററി ഒക്കെ ഒരു ഇട്ട് തരില്ലേ? എനിക്കറിഞ്ഞൂടാ, ഇട്ടരില്ലേ? നല്ല ഭംഗിയുണ്ട്. അമൃതന്റെ വരും ദിവസങ്ങളിൽ അമൃത എവിടെ പോകുന്നുണ്ട് എന്ന് നിങ്ങൾ ഇപ്പൊ തന്നെ ഇൻഡയറക്ട്ലി അറിയിച്ചിട്ടുണ്ട്. സാധനം വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം അമൃത വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ കൊള്ളാം. ആക്ച്വലി എനിക്ക് ക്രോപ്പ് ടോപ്പ് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതൊരു ചെറിയൊരു ഹോളുണ്ട്, ഡെയിലി കരണ്ട് വെച്ചു. അപ്പൊ കൊള്ളാം. എനിക്കായിട്ട് ഞാനിത് വാങ്ങി. ഇതെനിക്ക് അത്ര കളർ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ കൊള്ളാം. എന്നെയും കൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവും. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അല്ലേ പറ, അടുത്ത് പോയില്ലേ? സെൽഫി ഒക്കെ എടുക്കാനായിട്ട് പോവാണ്. അങ്കിളിന് അറിയാന്ന് പറഞ്ഞു. സോ അങ്ങനെ ഒരു സെൽഫി ഒക്കെ ഇവിടെ നടക്കുകയാണ്. ചാർലി ഭയങ്കര സൗണ്ട് ആയിരിക്കും അല്ലേ ഇപ്പോഴും? ശരിയാണ്, ചാർലിയെ പറ്റി പറ്റില്ല. ചാർലിക്ക് അതിനാ പറ്റാത്ത ബന്ധത്തിലാണ് ചാർലിയും അമ്മയും. ഞാൻ ചാർലിയെ മിസ് ചെയ്യുന്നു. മിസ് ചെയ്യണ്ട, നമ്മളിപ്പോ അങ്ങോട്ടല്ലേ. വിളിയായിരിക്കും, ഭയങ്കര വിളിയാണ്. അങ്ങനെയാണ് വിളിച്ചോണ്ടേയിരിക്കും. വ്ലോഗിൽ അമൃത ഇല്ലാന്ന് പറയാൻ പറഞ്ഞു. അതുമാത്രമല്ല, അമൃത ഇത്രയും പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നും പറയാൻ പറഞ്ഞു. എന്തോ ശബ്ദം കേട്ടില്ലേ പെട്ടെന്ന്? JC പോകുന്നുണ്ടായിരുന്നു. സംഭവം വേറൊന്നുമല്ല, ഈ ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാനൊരു എന്താ പറയുക, ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ പറഞ്ഞായിരുന്നില്ല അതിന്, എന്തോ അതിനെ പറയാം. എനിക്ക് ഇന്ന സാധനം തന്നെ വേണമെന്നില്ല. എനിക്കിപ്പോൾ ഒരാൾ സെലക്ട് ചെയ്യണമെങ്കിൽ അത് കൊള്ളാമെന്ന് പറഞ്ഞ് അതെനിക്ക് ഇഷ്ടമായി അങ്ങനെ എടുക്കും. അല്ലാതെ അതുപോലെ തന്നെ വേറൊരാൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം പോകുന്ന സമയത്ത്, എവിടെ പോകുന്നു, റെഡിയായി പോകുന്ന സമയത്ത് അപ്പോഴും ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന സ്വഭാവം ഉണ്ട്. യെസ്, ഞാനൊരു ഷോപ്പിംഗ് പേഴ്സൺ അല്ല. ബട്ട് അതേസമയം അമലയെ നോക്കുകയാണെങ്കിൽ അമലൊരു ഷോപ്പിംഗ് പേഴ്സൺ ആണ്. ഒരുപാട് സാധനങ്ങൾ ആൻഡ് അതിൽ പദ്ധതി കാര്യങ്ങൾ എനിക്കുള്ളതായിരിക്കും. അത് വേറെ ആരും. കാരണം ഇപ്പം അമല പറഞ്ഞാണെങ്കിൽ വാങ്ങുന്ന സ്ഥലത്ത് അമലയ്ക്കാണെങ്കിൽ അത് വീട്ടിൽ വരുമ്പോൾ എനിക്കായിരിക്കും. സോ ഞാൻ ഡ്രസ്സൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ എടുത്തില്ല അമല. അതൊക്കെ നാച്ചുറൽ. എടുത്തില്ല, അതാ പ്രോബ്ലം ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഏതെങ്കിലും ഒരു ബേക്കറിയിൽ പോയിട്ട് ഒരു ഹൽവയൊക്കെ കഴിക്കണം. പക്ഷെ നമ്മൾ ഊബർ ഇപ്പോൾ വീട്ടിലേക്കാണ് പോകുന്നത്. ഊബറിൽ പോകുന്നുണ്ട്, അത് നടക്കുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഇഷ്ടമാണ്. നമ്മുടെ അവിടെ സംസം എന്ന് പറയുന്നത് നോൺ വെജ് ആയിട്ടുള്ള അല്ലേ, നല്ല ഹെവി കഴിക്കാനായിട്ട് ബേക്കറിയാണ്, സ്വീറ്റ്സിൻ്റെ ഒരു ബേക്കറി. മിസ്സൈഡ് കഴിഞ്ഞായിരുന്നു. ഇല്ലല്ലോ, നീ ഇരിക്കുന്ന വെച്ച് ഇപ്പൊ കാണാം. കേസ് ഞാൻ എൻ്റെ കയ്യിലുള്ള നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്തു. എൻ്റെ നെയിൽസ് എങ്ങനെയുണ്ട്? ജയറാം ബേക്കറി എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലാണ്. ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തില്ലേ ഞങ്ങൾ? ഞങ്ങൾ പറഞ്ഞു കൊടുത്തില്ല. അതിൻ്റെ ഉള്ളിലാണ്, ഒരു വലിയ കവാടത്തിന്റെ ഉള്ളിലാണ് ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുന്നത്. ജയറാം ബേക്കറി. ജ്യൂസ് കുടിച്ചോ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടന്നത്. അതും ശരിയാണ്. ശരി, എന്താണ് നമ്മുടെ കാര്യമില്ല. അത് ശരി. പറയുന്നത് നിർത്താനായിട്ട് ചിലർ ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്. കൊള്ളാല്ലേ? പഴയ തിയേറ്റർ അല്ലേ? സോ അമൃത ഉറങ്ങി ഗൈസ്. ഹലോ അമൃത, ഹലോ. ഫുള്ള് എനിക്ക് ഉറക്കം തന്നെ. ആക്ച്വലി
ഫുൾ ഫുഡ് കഴിച്ചത് ശരിയല്ല, കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാനായിരുന്നു. എന്നിട്ട് ഫുൾ ഉറങ്ങിപ്പോയില്ല. എന്നിട്ടും ഞാൻ ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ് ഉറങ്ങിയത്. എനിക്ക് ഇപ്പോഴും വിശക്കുന്നത്.